നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിലെ അടുക്കളയിൽ സിങ്കും സ്റ്റൗവും ഒരേ ദിശയിലാണ് എങ്കിൽ ആ വീട്ടിൽ കലഹമൊഴിഞ്ഞ സമയമുണ്ടാവില്ല. സംശയരോഗം, ആ വീട്ടിലെ രണ്ട് സ്ത്രീകൾ തമ്മിൽ ചേരില്ല, അസുഖങ്ങൾ ഉണ്ടാവുക, പ്രധാനപ്പെട്ട സ്ത്രീക്ക് കാര്യക്ഷമത കുറയുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുക, നിരന്തരമായിട്ട് ആ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുക. എന്നാൽ പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. വാസ്തുവില് ഇതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അത് അതിൻ്റെ ദിശ മാറ്റണം എന്നൊന്നുമല്ല. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാവരും തന്നെ വാസ്തുശാസ്ത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നവരാണ്. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടില് വാസ്തുപ്രകാരം പണിത വീടാണെങ്കിലും അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വാസ്തുദോഷം വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ശരിയായിട്ടുള്ള വാസ്തു നോക്കി നമ്മൾ പണിത അടുക്കളയാണ്, നമ്മൾ വച്ച കാര്യങ്ങളും സാധനങ്ങളുമാണ്. എന്നിരുന്നാലും വീട് മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വീടിന്റെ അടുക്കളയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അത് വാസ്തുവിന് യോജിക്കാത്ത രീതിയിലേക്ക് മാറും. ഇതാണ് പലപ്പോഴും ഓരോ വീട്ടിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമായി തീരുന്നത്. ഏതൊരു വീടിന്റെയും അവിഭാജ്യ ഘടകമായ അടുക്കള വാസ്തുവിൽ നിർദ്ദേശിക്കുന്നത് പോലെ അതിന്റെ ആദർശ ദിശയ്ക്ക് അനുസൃതമായിട്ടിരിക്കണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏതൊരു വീടിന്റെയും തെക്ക് കിഴക്കേ മൂലയാണ് അടുക്കള സ്ഥാപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത്. കാരണം ആ ഒരു കോണിന് അല്ല എങ്കിൽ ആ ഒരു ഏരിയയെ അറിയപ്പെടുന്നത് അഗ്നികോൺ എന്നാണ്, അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ ആ ഏരിയയാണ്, തെക്ക് കിഴക്കേ ഭാഗമാണ് ഏറ്റവും അടുക്കളയ്ക്ക് ഉചിതം എന്ന് പറയുന്നത്. ഇതിലുണ്ടാകുന്ന ചെറിയ പാകപ്പിഴകൾ പോലും കുടുംബത്തിലെ സ്വസ്ഥതകൾ അല്ലെങ്കിൽ അതിന്റെ താളത്തെ മാറ്റിമറിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ അടുക്കളയെ കുറിച്ച് പറയുന്ന സമയത്ത്, ഒരു ചെറിയ അടുക്കളയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ അടുക്കളയിലെ സ്ഥാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് അല്ലെങ്കിൽ പരാമർശിക്കേണ്ടത് സ്റ്റൗവിനെ കുറിച്ചും അതുപോലെ തന്നെ ആ കിച്ചണിലുള്ള സിങ്കിനെ കുറിച്ചുമാണ്. അതിന്റെ സ്ഥാനത്തെ കുറിച്ച് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഒരു വീടിന്റെ ക്ഷേമം അല്ലെങ്കിൽ ഐശ്വര്യം അത് നിലനിർത്തുന്നതിന് ഈ സ്റ്റൗവിനും സിങ്കിനും ഇടയിൽ ഒരു നിശ്ചിത അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്താണ് അങ്ങനെ പറയുന്നതിനുള്ള കാരണം? അതിന് പിന്നിലുള്ള ഘടകം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുക്കള എങ്ങനെയായിരിക്കണം? ആ വീട്ടിലുള്ളവർക്ക് എന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു വീട്ടിലെ പ്രധാന ഘടകമായിട്ടുള്ള അടുക്കള എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തില്, കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ എത്രയൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചാലും പരിഹരിക്കാൻ സാധിക്കാതെ പോകും. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു അടുക്കളയെ സംബന്ധിച്ചിടത്തോളം ആ അടുക്കളയുടെ നിറം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ആ അടുക്കളയുടെ സിങ്കിന്റെ സ്ഥാനം, അടുപ്പിന്റെ സ്ഥാനം, ഇത് എവിടെയായിരിക്കണം? നോക്കൂ, വാസ്തുശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. ഒരു അടുക്കളയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈശാന കോണിലാണ് ശരിക്കും സിങ്ക് സ്ഥാപിക്കേണ്ടത്. കാരണം നമുക്കറിയാം, സിങ്ക് എന്ന് പറയുന്നത് ജലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈശാനകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയാണ്. നമ്മൾ ഈശാനകോൺ എന്ന് പറയുന്നത് ഈ ഒരു മൂലയെയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് സിങ്ക് വരുന്നതാണ് ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത്. അതുപോലെ അടുപ്പിന്റെ സ്ഥാനം അഥവാ സ്റ്റൗവിന്റെ സ്ഥാനം ഇവിടെ പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇതിനെയാണ് അഗ്നികോൺ എന്ന് പറയുന്നത്. അടുപ്പ് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. പക്ഷെ അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
അതല്ല എന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഈ സിങ്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. വടക്ക് കിഴക്കേ മൂലയാണെങ്കിൽ അത്യുത്തമം എന്നേയുള്ളൂ. എന്നാൽ ഇത് വായുകോണിലും കന്നിമൂലയ്ക്കും യാതൊരു കാരണവശാലും വരാനായിട്ട് പാടില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് അടുപ്പിന്റെ സ്ഥാനമാണ്, സ്റ്റൗവിന്റെ സ്ഥാനമാണ്. ഇന്ന് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും സ്റ്റൗ ആണുള്ളത് അല്ലെ. സ്റ്റൗ എന്ന് പറയുന്നത് അത് അഗ്നികോണിലാണ് വരേണ്ടത്. തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നികോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ വടക്ക് പടിഞ്ഞാറും വരാം. പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലയാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് പാചകം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്താണ് ശരിക്കും അടുപ്പിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് അഗ്നികോണിലാണ് അടുപ്പ് വരേണ്ടത്. ഒപ്പം കിഴക്കോട്ട് ദർശനമായിട്ട് നിന്നുകൊണ്ട് വേണം നമ്മൾ പാചകം ചെയ്യാനായിട്ട്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ അടുപ്പായാലും ഗ്യാസ് അടുപ്പായാലും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആയാലും, അതായത് പാചകം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തും അവിടെയാണ് വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിറങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒരു അടുക്കളയെ സംബന്ധിച്ചിടത്തോളം വെള്ള, മഞ്ഞ, ക്രീം കളർ ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. സമൃദ്ധിയുടെ ഒരു ലക്ഷണമായിട്ടൊക്കെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അടുക്കള വളരെ ചെറുതാകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്ഥാനങ്ങളിലായിരിക്കണം പ്രധാനമായിട്ടും സിങ്കിന്റെ സ്ഥാനവും ഈ പറഞ്ഞ അടുപ്പിന്റെ സ്ഥാനവും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈശാന കോണിൽ സിങ്കും വരണം, ഈ പറഞ്ഞ അഗ്നികോണിൽ അടുപ്പും വരണം. ഇതാണ് ഉചിതം. പക്ഷെ പല വീടുകളിലും ഇത് ഒരേ ദിശയിൽ വരാറുണ്ട്. ഇപ്പോൾ ഒരേ സ്ലാബിനകത്ത് തന്നെ ഈ പറയുന്ന സിങ്കും അതുപോലെ തന്നെ സ്റ്റൗവും ഒരേ ദിശയിൽ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊരു വിശ്വാസം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ജലവും അഗ്നിയും പരസ്പരം വിരുദ്ധ ശക്തികളാണ്. ഇവ രണ്ടും തമ്മിൽ ചേരില്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇതിനിടയിൽ അകലം പാലിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. ഇത് വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ് അകലം പാലിക്കേണ്ടത്? ഇത് അടുത്തടുത്തായിപ്പോയി, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കൂടെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് ഇനി വീണ്ടും അടുക്കള പുതുക്കി പണിയാനല്ല ഇവിടെ പറയുന്നത്. മറിച്ച് അതിനൊരു പ്രതിവിധി, സാധാരണ വാസ്തുവിൽ തന്നെ ഒരു പ്രതിവിധി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം ഒന്നുകിൽ ഒരു മരപ്പലക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ മറയ്ക്കുക എന്നാണ് പറയുന്നത്. ഇത് മറച്ചു കഴിഞ്ഞാൽ പക്ഷെ അടുത്തു കിടക്കുന്ന അഗ്നിയെ ഭയന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ഇതും തമ്മിൽ ടച്ച് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഉണ്ടാവാതിരിക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അത്യാവശ്യം നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പ്രത്യേകമായിട്ട് ഒരു വാതിൽ കെട്ടി നമുക്കത് അടയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും വലിയ ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് ഇതിന്റെ നടുവിലായിട്ട് ഒരു ചെടി വയ്ക്കുക. ഇനി ഇതിന്റെ നടുവിലായിട്ട് ഒരു ചെടി കൊണ്ടുപോയി കുഴിച്ചിടാനല്ല പറയുന്നത്. ഒരു ഗ്ലാസ് ബോട്ടിലിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒരു ചെടി വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ പല രീതിയിൽ വയ്ക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ നല്ല പോട്ടുകളിലാക്കിയോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ചെടി കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ദോഷഫലങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ദോഷങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും എന്നതാണ്. ഒരുപാട് വീടുകളിൽ ഇങ്ങനെ കാണാറുണ്ട്, സിങ്കും അടുപ്പും അടുത്തടുത്തായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അതിനനുസരിച്ച് ആ വീട്ടിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് പറഞ്ഞതിൽ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വാസ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അന്ധവിശ്വാസമല്ല, അത് ഒരു ശാസ്ത്രമാണ്. ആ ഒരു ശാസ്ത്രത്തിന് അതീതമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പല വിജയങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ താമസിക്കുന്ന വീട് വാസ്തുഭാഗ്യമുള്ള വീടാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്കും ഭാഗ്യങ്ങൾ കടന്നു വരികയുള്ളൂ.
വാസ്തുപരമായിട്ട് ദോഷമുള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളൊക്കെയും ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.